ഞാൻ ഗീതയെ കാണാനാണ് വന്നത്. എന്തിന്? നിന്നോട് മാപ്പ് ചോദിക്കും. ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. നിന്നെ കണ്ട് മാപ്പ് ചോദിച്ചാൽ എന്റെ മനസ്സിന്റെ ഭാരം അല്പം കുറയുമെന്ന് തോന്നുന്നു. അതാണ് ഞാൻ വന്നത്. എന്റെ ഹൃദയം ചവിട്ടി തേച്ചുകൊണ്ടല്ലേ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടിയത്? എന്റെ സഹോദരിക്ക് വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വന്നു. സഹോദരിക്ക് വേണ്ടി എന്നെ കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമായിരുന്നോ? അതാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് വീണ്ടും വന്നിരിക്കുന്നു മാപ്പ് ചോദിക്കാൻ. നിന്നോട് മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. പക്ഷേ മാപ്പ് തന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. ഒരു ചൂട് മുന്നോട്ട് വെക്കാം. ഇത് കണ്ടോ? ആത്മാവ് മരിച്ചു കഴിഞ്ഞവളാണ് ഞാൻ. ഇനി ഈ ശരീരം മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടെ ദഹിക്കുന്നത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ പോകൂ, പോകൂ. ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ കാണാതിരിക്കട്ടെ. മാലതി, നിങ്ങളോ? എന്തു വേണം? അമ്മാവനെ കണ്ടൊരു കാര്യം പറയാൻ വന്നതാണ്. എന്ത് കാര്യം? ഗീതയെ തുടർന്ന് പഠിപ്പിക്കണം. അതിനെന്ത് ചിലവായാലും ആ തുക ഞാൻ തരാം. അവളെ പഠിപ്പിക്കുന്നതിനുള്ള പണം തരാൻ നിങ്ങളാരാ? ഞാൻ എന്റെ മകളെ വഞ്ചിച്ചവനാണ് നിങ്ങൾ. അവളുടെ ജീവിതം തകർത്തവനാണ് നിങ്ങൾ. അവളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പിച്ച വാങ്ങാൻ മാത്രം ഞാൻ അതപ്പതിച്ചിട്ടില്ല. കഴിഞ്ഞതെല്ലാം അമ്മാവൻ മറക്കണം. ഗീതയുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗീതയെ എനിക്ക്... നിർത്തൂ. എന്റെ മകൾ നിപ്പാട്ടിയല്ല. അമ്മാവാ, താലി കെട്ടിയ പെണ്ണ് വീട്ടിലില്ലേ? അവള് കൂടെ അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഈ സഹായവുമായി വന്നിരിക്കുന്നത്? മനുഷ്യ, അഭിമാനം മാത്രമാണ് എനിക്ക് ബാക്കിയുള്ള സ്വത്ത്. നിങ്ങൾ ഇനിയും ഈ പടി കടന്നാൽ എനിക്ക് അതുകൂടി നഷ്ടപ്പെടും. വേണ്ട, നിങ്ങൾ ഞാൻ വിളിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങളുടെ മുഖം കാണുന്ന പോലും എനിക്ക് അറപ്പാണ്. പോകൂ, പോകൂ. അമ്മ ഈ കരയിലിറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇന്ന് വരെ പേര് ദോഷം കൽപ്പിക്കാത്തവളാണ് എന്റെ മകൾ. തെറ്റെന്തെന്നറിയാത്ത അവളെ വഞ്ചിച്ചത് അമ്മയുടെ മകനാണ്. അവളെ കല്യാണം ചെയ്തോളോ എന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ നോക്കിയത് അദ്ദേഹമാണ്. ഈടോ, അങ്ങനെയാണ് ആണുങ്ങള്. ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ, മനസ്സിലായോ? അതുപോട്ടെ, ഇപ്പോഴും അവർ തമ്മിൽ ബന്ധം പുലർത്തുന്നില്ലേ? സാറേ, ഈടോ, ഇതൊന്നും താൻ അറിയാതെ നടക്കുകയാണെന്ന് ഞങ്ങൾ ധരിക്കണം അല്ലേ? എന്റെ പൊന്നു സാറേ, വേലയെടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. ഇന്നുവരെ ഞാൻ എന്റെ അഭിമാനം വിറ്റിട്ടില്ല. അഭിമാനം? നിങ്ങളുടെ മകൾ എഴുത്തയച്ച് എല്ലാ ഞായറാഴ്ചയും എന്റെ മകൻ ഇവിടെ വരുത്തുന്നില്ലേ? തിങ്കളാഴ്ച രാവിലെയല്ലേ അവൻ മടങ്ങിപ്പോകുന്നത്? നിങ്ങളുടെ അമ്മയായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയുമായിരുന്നു. എരപ്പാളിത്തരം കാണിച്ചിട്ട് വീണ്ടും കിടന്ന് ഒറ്റ വയ്ക്കുന്നു. എടോ, ഈ സ്ത്രീ അല്ലാതെ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ തന്നെയും തന്റെ മോളെയും വിളിച്ച് ലാക്കപ്പിലാക്കി. എന്താ സാർ ഇവിടെ വഴക്ക്? എന്തു പറയാനാ കിട്ടുപിള്ളേ? ഇയാള് നമ്മുടെ പഴയ പഞ്ചായത്ത് ഓഫീസറല്ലേ ശ്രീകുമാർ, അങ്ങേരെ കൊണ്ട് ഇയാളെ മോളെ കെട്ടിക്കാൻ ചാക്കിട്ടു. നടന്നില്ല. അങ്ങേരി വേറെ വിവാഹം ചെയ്തു. ഓട്ടെന്ന് വെച്ചാ പോരെ? പിന്നല്ല, എന്താ ചെയ്യാനാ? എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവളെ അങ്ങേരെ കൈയടക്കി വെച്ചിരിക്കരുത്. കെട്ടിയ പെണ്ണിനെ ഇട്ടേച്ച് അങ്ങേര് രഹസ്യമായി പോക്കും വരവുമാണ്. പെറ്റ താഴെയായി നിൽക്കുന്നത് എത്ര താൾ കണ്ടുകൊണ്ടിരിക്കും. ഇവളാണ് കൊള്ളാമല്ലോ. അവൾ ഞാൻ മാല്ല. രണ്ട് കുടുംബങ്ങളാണ് കണ്ണീര് കുടിക്കുന്നത്. ചുമ്മാതാണോ മോളെ കോളേജിൽ അയക്കുന്നത്? അതോ തനിക്ക് എവിടെ നിന്നോ ഈ കാശ്? താൻ വെറും പ്യൂണല്ലേ? സാറേ, എന്റെ ഈ കിടപ്പാടം പണയപ്പെടുത്തിയാണ് ഞാൻ എന്റെ മകളെ കോളേജിൽ അയക്കുന്നത്. കള്ളം. അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഊണിനെന്നും പറഞ്ഞ് നിങ്ങൾ കാശ് വാങ്ങിക്കൊണ്ടിരുന്നില്ലേ? അവന്റെ ശമ്പളത്തിൽ പകുതി ഇന്ന് അവളാണ് തട്ടിയെടുക്കുന്നത്. അവൾ ഇത്ര ഭയങ്കരിയാണോ? എന്നാലും ഈ വീട്ടിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു കച്ചവടമുള്ള വിവരം ഞങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? ഇറങ്ങാനല്ല എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ചാടാതാ. മേലാൽ ഇവരുടെ മകൻ ഈ വീട്ടിൽ വന്നു എന്നറിഞ്ഞാൽ നിന്നെയും നിന്റെ മോളെയും നാട്ടിൽ ഓടി. ആരാണ് ഞങ്ങൾ ഓടിക്കാൻ പോകുന്നത്? ആരാണ് ഞങ്ങൾ ഓടിക്കാൻ പോകുന്നത്? ഞങ്ങൾ ഇങ്ങോട്ടാണ് പോണ്ടത്. പറയുന്നു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞു. നീ കാരണം ആ പാവപ്പെട്ട പെണ്ണ് കണ്ണീര് കുടിക്കുകയാണ്. ഇനിയെങ്കിലും അവനെ നശിപ്പിക്കരുത്. അമ്മേ,
ഞാൻ എങ്ങനെ നിങ്ങളുടെ മകനെ നശിപ്പിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കേട്ടതെല്ലാം കള്ളമാണ്, പച്ചക്കള്ളം. ഞാനൊരു പെണ്ണായി ജനിച്ചു പോയി. അത് മാത്രമാണ് അമ്മേ ഞാൻ ചെയ്ത തെറ്റ്. ആദ്യം പ്രസംഗിക്കണ്ട. ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുന്നിടത്തോളം കാലം ഇനി ഇവിടെ ഇങ്ങനെ അനാവശ്യം നടന്നാൽ ഈ വീട് ഞാൻ തീ കത്തിച്ചാൽ. ഈ വീട് കത്തിച്ചു കളഞ്ഞാൽ ഇതിനൊരു പരിഹാരമുണ്ടാവുമെങ്കിൽ കത്തിച്ചോളൂ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് ദയിച്ചോളാം. എന്റെ ഹൃദയം തകർത്തിട്ട് പോയ ആ മനുഷ്യനെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ. ഈ പാവപ്പെട്ട അച്ഛനെയും എന്നെയും കൊല്ലൂ, കൊല്ലൂ. മോളെ, മോളകത്തു നമ്മൾ പാവങ്ങളാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. ഞങ്ങളെ ഇത്രയധികം അപമാനിക്കാൻ ഞങ്ങൾ നിങ്ങളോടെല്ലാം എന്ത് തെറ്റ് ചെയ്തു? സ്വന്തം സഹോദരങ്ങളെ പോലെ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിച്ചവനല്ലേ ഞാൻ. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന രാമൻ നായരാണ് ഞാൻ, രാമൻ നായർ. നിന്റെ കള്ള കരച്ചൊന്നുകൂടെ ആർക്കും കാണണ്ട. ഇനിയെങ്കിലും മകളെ നിറയ്ക്കുന്നത് ഭവാനിയമ്മേ. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഏറ്റു. നിങ്ങളെല്ലാം പോയി വരൂ ഭവാനിയമ്മ. മോളെ, നിനക്ക് തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലേ മോളെ? എനിക്ക് മാപ്പ് തരൂ.